യമവും നിയമവും കഴിഞ്ഞാൽ പിന്നെ ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ഈ 3 ഭാവങ്ങളിലൂടെ ധ്യാനത്തിലേക്ക് എത്തിച്ചേരാം. അപ്പൊ ഈ ആസനം എന്ന് ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ശിരസ്, ദേഹം, കഴുത്ത് ഇത് 3ഉം നേരെ നിൽക്കണം, വളയാൻ പാടില്ല. അങ്ങനെ നമുക്ക് കുറച്ചു നേരം സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ആസനം നമ്മൾ തിരഞ്ഞെടുക്കുക. ആ ആസനത്തിൽ ഇരിക്കുക. ഇരുന്നുകൊണ്ട് കണ്ണ് പൂർണ്ണമായിട്ടും തുറക്കാനും പാടില്ല, അടയ്ക്കാനും പാടില്ല. ചെറുതായി തുറന്നുകൊണ്ട് ഈ കണ്ണിന് നമ്മൾ എവിടെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് വെച്ചാൽ മൂക്കിന്റെ അറ്റത്തായിക്കൊണ്ട് അവിടെ നമ്മുടെ കണ്ണിന്റെ കാഴ്ച അവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ മെല്ലെ മെല്ലെ പ്രാണായാമം ചെയ്തിട്ട് ആ പ്രാണനെ ജയിക്കണം എന്നാണ് പറയുന്നത്. പ്രാണായാമം എന്ന് പറഞ്ഞാൽ 3 ഭാഗങ്ങളായിട്ട് പറയും. പൂരകം, കുംഭകം, രേചകം. ഒരു മൂക്കിലൂടെ ആ വായുവിനെ അകത്തേക്ക് എടുക്കുന്നത് പൂരകം, ആ ഉള്ളിലേക്ക് എടുത്ത വായുവിനെ അകത്ത് തന്നെ പിടിച്ചു നിർത്തുന്നത് കുംഭകം, മറ്റേ മൂക്കിലൂടെ ഈ വായുവിനെ പുറത്തേക്ക് തള്ളണത് അത് രേചകം. ഇങ്ങനെ 3 ഭാവമായിട്ടാണ് പറയുക. ഇത് നമ്മൾ ഒരു ഗുരുവിന്റെ ഉപദേശം അനുസരിച്ച് ഭംഗിയായിട്ട് പരിശീലിച്ച് വന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള നാഡികൾ മുഴുവൻ ശുദ്ധീകരിക്കപ്പെടും. നാഡീശോധന പ്രാണായാമം എന്നൊക്കെയാണ് പറയുക.